മലയാള സിനിമാ പ്രേമികൾക്ക് വളരെ വ്യത്യസ്തങ്ങളായ സിനിമകൾ സംഭാവന ചെയ്ത മമ്മൂട്ടി കമ്പനിയുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ശ്രീ അഖിൽ വിജയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അഖിൽ, ഷൂട്ട് ആൻഡ് ഷോയുടെ പരിപാടിയിലേക്ക് സ്വാഗതം. അഖിലിപ്പം ഒരു വലിയ സന്തോഷത്തിലാണ് അല്ലേ? കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അഖിൽ എന്തായിരുന്നു? അതായത് ഈ ചെറിയ ഷോർട്ട് ഫിലിം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ബേസിക്കലി എഡിറ്ററാണ്. അപ്പോൾ ഞാൻ സി കേരളത്തിൽ വർക്ക് ചെയ്യായിരുന്നു, ചാനലിലായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്താണ് കണ്ണൂർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ട്രിവാൻഡ്രം ടോക്കീസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പോൾ ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അറിയില്ല ആരൊക്കെ എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നും അറിയില്ല. ആ സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ യൂട്യൂബൊക്കെയാണ് നമുക്കുള്ള ഒരു, അപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വർക്കാവുമെന്ന് കണ്ടിട്ട് ഈ സിനിമയെ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഞങ്ങളൊരു സൊസൈറ്റി രൂപീകരിച്ചു, ട്രിവാൻഡ്രം ടോക്കീസ്. അപ്പം അതിൻ്റെ കീഴിൽ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ യൂട്യൂബ് ചാനലിലേക്ക് ഓരോരോ കണ്ടന്റുകൾ ഇടുക എന്നുള്ളൊരു സംഭവം. കാരണം അപ്പം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് സൗരവ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് 2-3 ക്യാമറമാരുണ്ട്. എപ്പോഴും എനിക്ക് ഈ ടീം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കട എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് ചെല്ലുകയാണ്. അപ്പം അതിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്നെ പോലെ പാഷനേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ഇപ്പം എനിക്ക് ഇവിടെ നിൽക്കുന്ന ടീമിനെക്കാളും കുറച്ചുകൂടെ പാഷനേറ്റ് ഉള്ള കുറേ ആൾക്കാരെ എനിക്ക് കിട്ടി അവിടെ നിന്ന്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ ഇത്തരം കണ്ടന്റുകളൊക്കെ നമ്മൾ ഈ അതും ഒരു ചാനൽ തുടങ്ങിയിട്ട് അവിടെ കുറെ കണ്ടന്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ എൻ്റെ എഡിറ്റിങ്, എൻ്റെ ഡിറക്ഷൻ പ്രോസസ്സ് ഇതൊക്കെ ചെയ്ത് ഞാനാണ്. അപ്പോൾ ഇതെല്ലാം ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നിന്ന് നമ്മൾ അറൗണ്ട് ഒരു 3-4 വർഷമായി ഞങ്ങളത് രൂപീകരിച്ചിട്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കണ്ടന്റിൽ നിന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിഫറെൻറ്റ്, ഇത് എല്ലാവരും വളർന്നു, കൂടെ എല്ലാവരും വളർന്നു. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ സൗരവ് എന്ന് പറയുന്നത് വിനീതേട്ടനെയൊക്കെ വെച്ചിട്ട് പാട്ട് ചെയ്യുന്നു, ഇപ്പോൾ ചെന്നൈയിലാണ് പുള്ളി. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നു. അതുപോലെ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് സിനിമയിൽ വരുന്നു. ഈ പ്രോസസ്സെല്ലാം പലതരത്തിലുള്ള പ്രോസസ്സ്. ഇപ്പോൾ ഈ സിനിമ കട എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ട്, ട്രിവാൻഡ്രം ടോക്കീസ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇതിനൊന്നും ഇൻകം ഇല്ല, ഒന്നിനും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പോകുന്നു, പല സ്ഥലങ്ങളിലായിട്ട് പോകുന്നു, ഷൂട്ടിന് പോകുന്നു, അതിന് പോകുന്നു, ഇതിന് പോകുന്നു. അപ്പോൾ വീട്ടിലായാലും ചോദ്യങ്ങളുണ്ടാവും, നീ ഇതിനൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇതുണ്ടോ എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിനിമ വന്നപ്പം, ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോഗ്രാഫിയൊക്കെ പഠിച്ചുകൊണ്ട് ലെൻസിങ്ങും ഇതൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റി. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം ഗുണപ്പെട്ടു. ഈ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ജോൺ ലൂതറിലേക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രൊമോഷൻ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ജയസൂര്യ സാറിന് ഒരാളെ വേണം. അങ്ങനെ ഈ പറഞ്ഞ പുള്ളി എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ചു. ആ സമയത്ത് എന്നെ ജേട്ട അടുത്തുണ്ട്. അപ്പോൾ പുള്ളി പെട്ടെന്ന് ജേട്ട ഫോൺ വാങ്ങിയിട്ട് അഖിലെ അത് പറഞ്ഞപ്പോൾ ഞാൻ അത് ഞെട്ടിപ്പോയി. കാരണം നമ്മൾ അങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം അങ്ങനെ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഓക്കെ, നമ്മൾ എന്തായാലും ഞാൻ വരാൻ, ഇല്ലില്ല കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഒരു ബന്ധമില്ല. പക്ഷെ പുള്ളി ഓക്കെ ഇന്നതാണ് പരിപാടി എന്നുള്ള രീതി അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. അപ്പം വിളിച്ചു, ഞാൻ ചെന്നു. വേറൊരാളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്താണ് എന്നെ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ പുള്ളി പറയുന്ന ലെവലിലേക്ക് എത്തണം എന്നൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതായത് ഫസ്റ്റ് ടാസ്ക് കണ്ടിട്ട് തന്നെ പുള്ളി എൻ്റെ നമ്പർ വാങ്ങി. എടാ ഞാൻ ജയേട്ടൻ്റെ നമ്പർ വാങ്ങി. ഇത് ചേട്ടൻ നേരിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അറൗണ്ട് ഒരു 10-15 ദിവസം ഞാൻ ചേട്ടനോട് വർക്ക് ചെയ്തു. ഇപ്പൊ ഈ മമ്മൂട്ടി കമ്പനിയുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ വളരെ ഹൈലൈറ്റ് ആയി. എങ്ങനെയാണ് അഖിൽ ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തപ്പെട്ടത്? ഈ ജോൺ ലൂതറിന്റെ ക്യാമറമാനാണ് ഈ കണ്ണൂർ സ്ക്വാഡ് ഡയറക്ടർ. അപ്പം റോബി ചേട്ടൻ ആ സമയത്ത് അറൗണ്ട് 8 സിനിമ എന്തോ ചെയ്തൊരു ക്യാമറമാനാണ് റോബി ചേട്ടൻ. അപ്പം മറ്റേ നമ്മുടെ ഗ്രേറ്റ് ഫാദർ, ലവ് ആക്ഷൻ ഡ്രാമ, ജോൺ ലൂതർ, വെള്ളം, ക്യാപ്റ്റൻ, ഇതിൻ്റെയൊക്കെ ക്യാമറമാനാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അന്ന് അവിടെ വരുന്ന സമയത്ത് ഞാൻ കണ്ടു, ജസ്റ്റ് സംസാരിച്ചു. ആ സമയത്ത് ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഈ മമ്മൂക്കിയുടെ സിനിമ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ അറിഞ്ഞു. ആ സമയത്ത് അനൗൺസ് ചെയ്തിട്ടില്ല സിനിമ, പക്ഷേ ഇങ്ങനത്തെ സിനിമ വരുന്നുണ്ട് എന്നൊരു സംഭവം ഞാൻ അറിഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് ചോദിക്കാം, ചേട്ടനോട് ഇങ്ങനെ ഒരു അവസരം ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ബേസിക്കലി ഒരു സമയത്ത് ഞാൻ എന്തോ ഒരു ഷോർട്ട് ഫിലിം എഡിറ്റിലായിരുന്നു. ആ സമയത്ത് എന്നെ റോബി ചേട്ടൻ എന്നെ വിളിച്ചു.
ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ ഇങ്ങനൊരു പരിപാടി വരുന്നുണ്ട്, മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ, അപ്പോൾ നീ വില്ലിംഗ് ആണോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്? അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ വണ്ടറായിപ്പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യാം. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നേരെ കണ്ണൂർ സ്കോഡിലേക്ക് പോയി. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ പൃഥ്വി എന്നൊരു പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും വലിയ പ്രശ്നം. റെക്കമെൻഡ് ചെയ്യുമ്പോൾ അയാളുടെ ഇതും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. അതായത് അയാൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു, ഞാൻ അവിടെ പോയി പെർഫോം ചെയ്യുന്നു, അത് മോശമായി കഴിഞ്ഞാൽ പുള്ളിയെ ബാധിക്കും, എന്നെ ബാധിക്കും. അത് കൂടുതൽ തരം ചെയ്യും, മറ്റേത് എന്നെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങളോ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ണൂർ സ്ക്വാഡ് എൻ്റെ ആദ്യ സിനിമയാണ്. അതായത് ഇപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു, ടെൻഷനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂക്കയാണ്, വലിയൊരു പ്രൊഡക്ഷനാണ്, അതുകൊണ്ട് 90 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു സിനിമയാണ്. സാധാരണ സിനിമകൾ 35 ദിവസം 40 ദിവസമൊക്കെയാണ് ഒരു സാധാരണ സിനിമ. അപ്പം 2 സിനിമ ചെയ്യുന്ന സമയമുണ്ട് നമുക്ക് ഈ ഒരു സിനിമ കൊണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാപ്പും ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കേണ്ടി വരും, ക്ലാപ്പ് ചെയ്യേണ്ടി വരും. സിനിമയിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് പഠിക്കുക എന്നൊരു സംഭവം, അത് ചെയ്ത് തെറ്റിക്കുക, അതിനുശേഷം അത് പഠിക്കുക എന്ന് പറയുന്ന സംഭവം. ആദ്യത്തെ ഒരു 6-7 ദിവസമൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രഗിളായിരുന്നു. അപ്പം ഒന്നാമത്തേരം ഈ പറഞ്ഞതുപോലെ ലൈറ്റ് യൂണിറ്റ്, 2 ക്യാമറ യൂണിറ്റ് ഇതൊക്കെ വരുന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം ലെൻസിങ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്ലാപ്പ് എവിടെ വെക്കണം എന്ന് പറഞ്ഞ ഐഡിയാസൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുപോലെ എഡിറ്റിങ്ങും അറിയാവുന്നതുകൊണ്ട് തന്നെ എഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ പോകണം എന്നൊരു പരിപാടി എനിക്ക് ഒരു അറിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ആ കാര്യങ്ങൾ ഈസി ആയിരുന്നെങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ സെറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ പോകണം എന്നുള്ളത്. അപ്പം സിനിമയിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. റോബിച്ചേട്ടൻ അതായത് അറൗണ്ട് 8 സിനിമയോളം സിനിമറ്റോഗ്രാഫി ചെയ്ത ഒരാൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട് ഈ 8 വർഷം കൊണ്ട്. അപ്പം അവിടെ നിന്ന് എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം, അപ്പം അത് ചൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൂടുതൽ ടെൻഷനാണ്. കാരണം ആ രീതിക്ക് വളരാൻ പറ്റുമോ, ആ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള. അപ്പം ഞാൻ ഈ ജോലി ചെയ്തതിനു ശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞ് മെസ്സേജ് ഇട്ടു, ഉറപ്പിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് വർക്കാണോ ഞാൻ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെ ആണ്, നീ കൊണ്ടിൽ നിന്നെ വിളിച്ചത്, ഇത് പോക്കൊക്കെ നമുക്ക് നോക്കാം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രോസസ്സിലേക്ക് വരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഷൂട്ട് വരുന്ന സമയത്തുള്ള ടെൻഷൻസുകളുണ്ട്, കുറേ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റോബിച്ചേട്ടൻ പൊറുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുന്നു, സെറ്റിൽ വരുന്നു. പിന്നെ ചിലപ്പോൾ 9:30 ആയിരിക്കും തിരിച്ചു വരുന്നത്. ചിലപ്പം വെളുപ്പിന് 1 മണി 2 മണിയാവും പാക്കപ്പ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അന്നത്തെ എഡിറ്റ് റിപ്പോർട്ടൊക്കെ നമ്മൾ എഴുതി DAയിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഇന്ന വിഷ്വൽസൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്ത്. അപ്പം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ചിലപ്പോൾ വർക്കിങ്ങിലായിരിക്കും. അപ്പോൾ അതൊക്കെ എക്സൽ ഷീറ്റിലാക്കി, കാരണം ഇത് എഡിറ്റർക്ക് കൊടുക്കണം. അപ്പം അതൊക്കെ പ്രോസസ്സ് ചെയ്തിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് ഇവർ ഈ പറഞ്ഞ അസോസിയേറ്റ്സ് എല്ലാം ഇതൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, അവർ അസിസ്റ്റായിട്ട് വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടല് 5 പേരുണ്ടായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് 5 പേരുണ്ടായിരുന്നു. ആദ്യം ജോയിൻ ചെയ്യുന്നത് ഞാനായിരുന്നു. ഞാൻ. പിന്നെ അതിനുശേഷം ബാക്കി 4 പേരാണ് കറക്റ്റ്. ഒരാൾ ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള എല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു, സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ. ഞാനായിരുന്നു ആദ്യമായിട്ടുള്ള ഒരാൾ. പിന്നെ ഇതിനകത്ത് നിങ്ങൾ കണ്ട ടിക്കിരി വില്ലേജ്, ആ ഒരു ഫൈറ്റ് സീൻ, അതൊക്കെ എടുത്തേക്കുന്നത് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ മുംബൈയിലേക്ക് ട്രാവലിംഗ് പോകുന്ന കുറച്ച് സീൻസ് കാണിക്കുന്ന സമയത്ത് ക്രൂ കുറച്ചിട്ട് പരിമിതമായിട്ടുള്ള ഒരു ക്രൂവിലാണ് അവർ പോയിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ അസിസ്റ്റൻസിനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പോയത്. അതിലൊരു 10-20 ദിവസം, അത് 10-25 ദിവസം അതുണ്ടായിരുന്നു ആ ഒരു പ്രോസസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എറണാകുളത്തേക്ക് വരുന്നു. അവിടെ നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യുന്നു. ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിൽ പ്രവർത്തിച്ചു എന്നതിനേക്കാൾ അപ്പുറം ഈ കുറേ ദിവസം മമ്മൂട്ടി എന്നൊരു വലിയ നടനുമായിട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ മമ്മൂട്ടിയോടൊപ്പം ആയിരുന്ന, ഈ മമ്മൂട്ടി എന്ന നടനോടൊപ്പം ആയിരുന്ന എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും അഖിലിന് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് വരുമ്പം നിൽക്കുന്ന സെറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലാത്ത സമയം. അതായത് എല്ലാ സമയത്തും ഭയങ്കര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും സംസാരം പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് വരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറി സൈലൻ്റ് ആവും, ഭയങ്കര കുറച്ചുകൂടെ പ്രൊഫഷണലാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഉള്ളിലുണ്ടാവുന്ന ഇപ്പം എല്ലാ പേരും സമമാവും. ഇപ്പം ഡയറക്ടറായാലും
ചീഫായാലും എല്ലാവർക്കും ആ ഒരു ഇതുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട് പുള്ളിയോട്. ഈ പേടിയെന്ന് പറയുന്നത് പുള്ളി കടിച്ചു അതല്ല, അതായത് ഒരു അത്രയും ഇതായിട്ടുള്ള മനുഷ്യനില്ല. അപ്പം അങ്ങനെ നമ്മൾ അത് എന്നെ ബാധിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു 10-18 ദിവസങ്ങൾ പുള്ളി എന്നെ കണ്ടിട്ടില്ല. ഞാൻ ക്ലാപ്പ് ചെയ്യും പോവും, അതിനപ്പുറം പുള്ളി നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, നമ്മുടെ പരിപാടി നമ്മൾ ചെയ്ത് പോവും. പക്ഷെ 19 ദിവസം ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു സീനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ഡയലോഗ്, ഒരു മറ്റേ ഒരു കോയമ്പത്തൂർ മേലിൽ ഒരു സീന്. അപ്പോൾ ആ സീനിൽ അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഡയലോഗും ഉണ്ട്, നമുക്ക് പറയുന്ന ഒരു ചോദ്യത്തിന് റെസ്പോൺസ് ചെയ്യുന്ന ഒരു ഡയലോഗും ഉണ്ട്. അപ്പം ഞാൻ ആ ദിവസം ചെല്ലുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ആദ്യമായിട്ടാണ് ക്യാരവനിൽ കയറുന്നത്, മേക്കപ്പ് ചെയ്യുന്നു, പരിപാടിയൊക്കെ കഴിയുന്നു, കോസ്റ്റ്യൂമൊക്കെ മാറുന്നു, റിഹേഴ്സൽ കഴിയുന്നു, നമുക്ക് എത്തിയെന്ന് പറയുന്നു. നമുക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ പോലെ ഭയങ്കര സൈലൻസാണ്. അപ്പം ഭയങ്കര ടെൻഷൻ. അപ്പം പക്ഷെ എന്തായാലും നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്തി, നമുക്ക് നമ്മുടെ പ്ലേസിലിരുന്നു, ഞാൻ അവിടെ നിൽക്കുകയാണ്, ഞാൻ തിരിഞ്ഞാൽ നിൽക്കണേ. അപ്പോൾ ഇയാളെന്നെ വിളിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ചോദിക്കുകയാണ്, തമ്പി രാകേഷിനെ കൂപ്പിടുന്ന പറഞ്ഞ സമയത്ത് ഞാൻ പറയും, സാർ രാകേഷ് അവൻ എന്തെങ്കിലും ലീവ് സാർ എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ തിരിഞ്ഞാൽ നിൽക്കുന്നത്. അപ്പം ഷോട്ട് വെച്ചു, ആക്ഷൻ പറഞ്ഞു, ഇവിടെ ഡയലോഗ് വന്നു, ഞാൻ തിരിയുന്നു, ഡയലോഗ് പറയുന്നു, കട്ട് വിളിച്ചു. പക്ഷേ ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നു, കാരണം എനിക്കറിയില്ല ഇത് ശരിയായോ, എന്താണ് പരിപാടി എന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മമ്മൂക്കയിലെ കണ്ടു കൊടുത്തു. മമ്മൂക്ക ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചോദിച്ചു, നിന്നെ ഞാൻ ഇവിടെ കണ്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറയാ ഈ ക്ലാപ്പും റിപ്പോർട്ടിങ്ങും ഒക്കെ, നീ വല്ല ആർട്ടിസ്റ്റാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു കഥകളി ആർട്ടിസ്റ്റാണ്. കഥകളി ആർട്ടിസ്റ്റാണ് ഞാൻ. എൻ്റെ തുടക്കം എന്ന് പറയുന്നത് കലാജീവിതത്തിലായിരുന്നു. അതുകൊണ്ട് 10-15 വർഷം ഞാൻ കലാ ഫീൽഡിലായിരുന്നു. കഥകളി, കൂടിയാട്ടം ഒക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കഥകളിൽ ഞാൻ സ്റ്റേറ്റ് വിന്നറൊക്കെ ആയിരുന്നു 2014. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ആകെ അതിനകത്ത് ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ, ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഞാനാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അടുത്ത സീനിലേക്ക്, അടുത്ത കട്ടിലേക്ക് പോകും. അപ്പോൾ അത്രയും സ്പേസ് കൊണ്ട് പുള്ളി ഞാനൊരു ആർട്ടിസ്റ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കി എനിക്ക് അറിയില്ല, എനിക്കിപ്പോഴും അറിയില്ല. എന്ത് ബിഹേവ് കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്നിട്ട് തിയേറ്ററിൽ ഞാനത് കണ്ടു നോക്കി, കാരണം ഞാൻ അപ്പം കണ്ടില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടു നോക്കിയപ്പോഴും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ വേറെ എന്തെങ്കിലും ചേഷ്ടമുള്ള എന്തെങ്കിലും കണ്ടിട്ടാണോ പുള്ളി അങ്ങനെ ചോദിച്ചതെന്ന് അറിയില്ല. പക്ഷെ പുള്ളി എന്ത് ചോദിച്ചു, ഞാൻ കഥകളി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ പുള്ളി എന്നെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹം. കാരണം ഞാൻ സിനിമാറ്റോഗ്രാഫി, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, ഡിസൈൻ, കളറിങ് ഇതെല്ലാം ഞാൻ ചെയ്യും. അപ്പം ഞാനിതൊക്കെ ചെയ്യും. ഞാൻ 2014 ഞാൻ അനിമേഷൻ ഫിലിം മേക്കിങ്ങിന് കയറിയായിരുന്നു. അപ്പം ഈ അനിമേഷൻ ഇതൊക്കെ ഞാൻ ചെയ്യും. അപ്പം പുള്ളിക്ക് എൻ്റെ റെസ്പോണ്ട് പുള്ളിയും ഭയങ്കരമായിട്ട് ഇതായി. അപ്പം സെറ്റ് ആ സമയത്ത് എല്ലാവരും നമ്മുടെ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡയറക്ടറും എല്ലാവരും ഉണ്ട്. അപ്പോൾ ക്രൂ മൊത്തം ഇങ്ങനെ നമ്മളെ ചാറ്റ് ഒരു അറൗണ്ട് 4 to 5 minutes ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പുള്ളിയായിട്ട്. പുള്ളിക്കാരൻ കഥകളെ പറ്റി ചോദിക്കുന്നു. പുള്ളി ഇങ്ങനെ ചോദിച്ചു, പിന്നെ ഇത്രയൊക്കെ അറിയേണ്ടത് നീ തന്നെ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് സിനിമയാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ശബരീഷ് ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒന്ന് ശബരീഷ് ചേട്ടനോട് പുള്ളി ചോദിക്കുന്നത് കഥകളിയിൽ എത്ര വേഷമുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് ചോദിക്കുന്നു. ശബരീഷ് ചേട്ടൻ അത് അറിയില്ല എന്ന് പറയുന്നത് എന്നോട് ചോദിക്കുന്നു. ഞാൻ ആൻസർ പറയുന്നു. ആൻസർ നേരത്തെ ഞാൻ ഒരു വേഷം വിട്ടുപോകുന്നു. പുള്ളി അതിനെ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് നീ മിനുക്ക് എന്ന് പറയുന്ന വേഷം വിട്ടു എന്ന് പറയുന്നു. അറിയാം പുള്ളിക്ക് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പുള്ളി അറിവുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ ആ പറഞ്ഞ എല്ലാ വേഷങ്ങളെ പറ്റിയും പുള്ളിക്ക് ധാരണയുണ്ട്. നീ ഏതൊക്കെ വേഷങ്ങൾ ചെയ്യാറുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ആശാന്മാരാരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ വീട്, പേര്, കാര്യങ്ങളെല്ലാം എനിക്കും തോന്നിയ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ആയി. കാരണം ഞാൻ അങ്ങനെ ഒരു ചാറ്റ് അവിടെ വരുന്നു. അപ്പോഴത്തേക്ക് ഡയറക്ടർ വരുന്നു. അപ്പോൾ ഡയറക്ടർ ഇവരോട് കിട്ടിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ റോജനെ പറഞ്ഞാൽ ഞാൻ ജോൺ ലൂതർ കണ്ടപ്പോൾ അവിടെ നിന്ന് ബുക്ക് ചെയ്താണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനൊരു ചാറ്റ് അവിടെ നടക്കുന്നു. അതിനുശേഷം പുള്ളി പറയുന്നു, എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു സംഭവം പറഞ്ഞു. അതായത് എൻ്റെ സിനിമകളിൽ ഞാൻ ആദ്യമായിട്ടോട് ഇത്രയും അറിയാവുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ വരുന്നത് അല്ലെങ്കിൽ കാണുന്നത് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വളരെയടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓക്കെ, അന്നത്തെ ആ ദിവസം ഫുൾ നൈറ്റ് വരെ എനിക്ക് ഈ ഒരു, കാരണം അവിടെ നിന്ന് അടുത്ത ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റിനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് കരയാണ്. കാരണം കരയെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, എന്താണെന്ന് അറിയില്ല. കാരണം നമ്മൾ ഇത്ര 18 ദിവസമായിട്ട് പുള്ളി നോട്ടീസ് ചെയ്തിട്ടില്ല, ഈ സമയത്തേക്ക് നോട്ടീസ് ചെയ്യുന്നു.
അപ്പം ഭയങ്കരമായിട്ട് ഞാൻ അതായത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തൊരു അവസ്ഥയായിരുന്നു. ആ ദിവസം മുഴുവൻ ഞാൻ അതിൻ്റെ ഒരു ഹൈയിലായിരുന്നു. പിന്നീട് മമ്മൂക്ക സെറ്റിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ മുദ്രയൊക്കെ കാണിക്കും. എൻ്റെ അടുത്തുനിന്ന് പുള്ളിയുടേതായിട്ടുള്ള മുദ്ര കാണിക്കും. അതുപോലെ പുള്ളി ചോദിക്കും എന്നാൽ നമുക്ക് പുറപ്പെടാം എങ്ങനെ കാണിക്കും. അപ്പം ഞാനത് മുദ്ര കാണിച്ചു കൊടുക്കും. അപ്പം പുള്ളി അത് തിരിച്ച് കാണിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഈ ക്ലാപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അടുത്തുണ്ടാവും. അപ്പോൾ ആ സമയത്ത് പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഒന്നാമത്തെ കാര്യം പുള്ളിക്ക് എൻ്റെ പേരറിയാം. അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അതായത് അപ്പം പുള്ളി ഇങ്ങനെ അടുത്തൊക്കെ വന്നിട്ട് അഖിലാണ്ട മണ്ട് അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഒന്ന് പാടും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു എനിക്ക് മനസ്സിലായി. ഓക്കെ നമുക്ക് എൻ്റെ പേരറിയാലോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ അപ്പോൾ പുള്ളി നമ്മുടെ പേര് അറിയുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുദ്രയെ കാണിച്ചിട്ട് പോവും. അത് അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ശബരീഷ് ചേട്ടനായാലും ശരി, ആ സ്ക്വാഡിലുള്ള ശബരീഷ് ചേട്ടനായാലും ശരി, പുള്ളി ആയാലും ഈ അസിസ്കയ്ക്കും റോണി ചേട്ടനും അത് അറിയില്ല, അവർ എക്സ്പീരിയൻസ്, കാരണം ആ സീനിൽ അവരില്ലായിരുന്നു. അപ്പോൾ ശബരീഷ് ചേട്ടനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിങ്ങനെ ഈ കഥകളിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഡയറക്ടർ, അല്ലേ? പുള്ളിയാണ് ഇതെല്ലാം മൊത്തം കൊണ്ടുപോകുന്നത്. അപ്പോൾ പുള്ളിയായിരിക്കണമല്ലോ തീർച്ചയായിട്ടും അഖിലിനെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നത്. ഈ പുള്ളിയായിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? അല്ലെ, റോബിൻ ചേട്ടൻ ഭയങ്കര ഒരു ഫ്രീ മനുഷ്യനാണ്. എല്ലാവരുടെ സൗമ്യമായിട്ട് സെറ്റിൽ തന്നെ ഭയങ്കര ഫ്രീ ആണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യ സിനിമയാണെങ്കിൽ പോലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഈ സെറ്റിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനത്തെ സെറ്റിനോട് വർക്ക് ചെയ്ത്, കാരണം ഇതുപോലൊരു സെറ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ റോബിൻ ചേട്ടൻ, ഈ പറഞ്ഞതുപോലെ എൻ്റെ ചീഫ് രണ്ടുപേര്, ആരിഷ് ചേട്ടൻ, ജിബിൻ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, ആദർശ് ചേട്ടൻ, ഇവരെല്ലാവരും നമ്മളിതെല്ലാം പഠിപ്പിച്ചിട്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളായിട്ട് പഠിപ്പിച്ചു. അതുപോലെ തന്നെ എൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള റിച്ചാർഡ്, നന്ദു, ക്രിസാൻഡ്ര, പിന്നെ ഈ പറഞ്ഞതുപോലെ ശ്രീലേഷ് ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. അതുപോലെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് റാഹിലേട്ടൻ, ക്യാമറ പുള്ളിയുടെ ആദ്യ മൂവിയാണ്. റോബിൻ ചേട്ടൻ ഇത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റോബിൻ ചേട്ടൻ ഡയറക്ടർ ചെയ്യുന്ന ആദ്യ സിനിമയാണ്. ഇപ്പൊ എല്ലാവർക്കും ഈ ആദ്യ സിനിമ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടുപേരായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷാഫി ചേട്ടനുമായിട്ട് റോണി ചേട്ടനോട്ട് ഭയങ്കര ബന്ധമാണ്. ഷാഫി ചേട്ടനൊക്കെ ഇങ്ങനെ പറയണം നീ സിനിമ ചെയ്യണം എന്ന് ഇങ്ങനെ നിരന്തരം പറയുന്ന വ്യക്തിയുള്ള ഒരാളാണ് ഷാഫി ചേട്ടൻ, ഇതിന്റെ റൈറ്ററായിട്ടുള്ള. അതുപോലെ റാഹില് ക്യാമറമാൻ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ് ആദ്യമായിട്ട്. അപ്പൊ അങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ നന്ദി പറയേണ്ട ഒരു അവസരം കൂടിയാണ് ബേസിക്കലി എനിക്ക് ഈ ഇന്റർവ്യൂ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന പൃഥ്വിയേട്ടൻ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരാളായിട്ടല്ല ഞാൻ ബേസിക്കലി ഇവിടെ ഇരിക്കുന്നത് പോലും. എൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ ഇങ്ങനെ അവരുടെയൊക്കെ ഇപ്പം ആരോ പറയുന്നുണ്ട്, അതായത് നീ രക്ഷപ്പെട്ടാൽ ഒരു ഗ്രാമം മൊത്തം രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു സാധനമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഈ പടം സക്സസ് ആയി, ഇനിയും പുതിയ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അടുത്ത പുതിയ പ്രോജക്റ്റ് എന്താണ്? അല്ലെങ്കിൽ അഖിലിൻ്റെ അടുത്ത വിഷൻ എന്താണ് എന്നൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഈ പുതിയ പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ, കാരണം അത് അങ്ങനത്തെ ഒരു ലെവലല്ല ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം നിലവിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു എന്നുള്ളതല്ല, പക്ഷെ എന്നാലും ഒരു സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ഇതെനിക്കുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് ഓൾറെഡി എൻ്റെ മനസ്സിൽ. അത് നമ്മളെ വിശ്വപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോൺ ലൂതർ ഡയറക്ടർ ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഓക്കെ, ഒരു സിനിമയിലേക്ക് വരാം എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുത്ത് പരിപാടികളൊക്കെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോഴും ഈ ഷോർട്ട് ഫിലിംസുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓരോന്ന് ചെയ്യാനായിട്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഞാൻ നിർത്തി, അല്ലെങ്കിൽ അത് മതി എന്നൊരു, കാരണം നമ്മളത് എൻ്റെ ഇതില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ തന്നെ വീണ്ടും സ്റ്റിക്കോൺ ചെയ്യും. ഒരെണ്ണം ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്തെടുക്കാനുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഉടനെ തന്നെ അഖിലിന്റെ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ടൈം ലൈൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ വരണം എന്നാണ് എന്റെ ഒരു ടൈം ലൈനിൽ. ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു വിധി ഉണ്ടല്ലോ. അപ്പൊ അത് എന്തായാലും കൊള്ളാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും ഇതുപോലെ നമുക്കിതുപോലെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റട്ടെ. ഇതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ കൊണ്ടുവരാനൊരു നല്ല സംവിധായകൻ. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കമ്പനി ഒരുപാട് പുതിയ സംവിധായകരെയും അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ആൾക്കാരെയൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു പുള്ളിയായിട്ട് വളരെ അടുക്കാൻ പറ്റി. ആദ്യമായിട്ടൊരു ക്യാമറയുടെ മുമ്പിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് ഈ സിനിമയിലാണ് അല്ലേ. എല്ലാം ഒരു വലിയ പ്രോജക്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ആ സിനിമ ഏറ്റവും മാത്രം തന്നെ വിളിക്കുന്നത് പോലും. തീർച്ചയായിട്ടും 100%.
അപ്പോൾ ഇനി അടുത്ത ഒരു പ്രോജക്റ്റ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. നല്ല ഒരു സംവിധായകനായിട്ട് വരാൻ വേണ്ട എല്ലാ അനുഗ്രഹവും ആശീർവാദവും നൽകുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.